നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇങ്ങനൊരു പ്രോബ്ലമാണ്. നമ്മൾ കാൻഡിലിവർ പ്ലേറ്റ് ACDEB shown figure subjected to a loading of 1000 Newton at points C and D. CM D in 1000 Newton താഴേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. Determine the nodal displacement, element forces, stress and support reaction each element by using any FEM package. അല്ല, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ശരിക്കും 2 dimensional പ്രോബ്ലം ഇങ്ങനെ ഒരു സാധനം വരില്ല, അതിനൊരു തിക്നെസ്സും കൂടെ ഉണ്ടാവും. ഞാനിവിടെ തിക്നെസ് എന്ന് പറയുന്ന ഒരു 10 mm, നമ്മളെല്ലാ മീറ്റേഴ്സിൽ എടുത്തുകൊണ്ട് 0.01 മീറ്റർ എന്ന് പറഞ്ഞെടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഈയുടെ വാല്യൂ ഒക്കെ നിങ്ങൾക്ക് അറിയാം, 200 GPa ആൻഡ് പോയ്സോൺസ് റേഷ്യോ എന്ന് പറയുന്നത് 0.3. സോ ഇത്രയും നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. മെക്കാനിക്കൽ APDയിൽ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രിഫറൻസസ് യു ഗിവ് ഇറ്റ് ആസ് സ്ട്രക്ചറൽ. ഓക്കെ, പ്രീ പ്രോസറിനകത്ത് എലമെൻറ്റ് ടൈപ്പ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സോളിഡാണ് വേണ്ടത്. 40182 എടുക്കാം. ഓക്കെ, തിക്നെസ് ഉള്ളത് കൊണ്ട് നമുക്കിവിടെ K3 പ്ലെയിൻ സ്ട്രെസ് വിത്ത് തിക്നെസ് കൊടുക്കാം ഓപ്ഷൻസിനകത്തൂടെ കയറിയിട്ട്. ഓക്കെ, ക്ലോസ്. ഇനി തിക്നെസ്സിൻ്റെ വാല്യൂ എൻ്റർ ചെയ്യാനായിട്ട് നമ്മൾ റിയൽ കോൺസ്റ്റൻസിനകത്ത് ആഡ് കൊടുക്കാം. തിക്നെസ് എന്ന് പറഞ്ഞാൽ 0.01 അല്ലേ. സോ ഓക്കെ, ക്ലോസ്. അടുത്ത മെറ്റീരിയൽ പ്രോപ്പർട്ടീസിനകത്തേക്ക് പോവാം. മെറ്റീരിയൽ മോഡൽസ്, സ്ട്രക്ചറൽ, ലീനിയർ, ഇലാസ്റ്റിക്, ഐസോട്രോപിക്. 2E11 0.3. സോ നമ്മളത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മോഡലിങ്ങിലേക്ക് പോവാം. ആദ്യം കീ പോയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം ഇൻ ആക്റ്റീവ് കോർഡിനേറ്റ് സിസ്റ്റം. സോ 1 0 0, 2 എന്ന് പറയുന്നത് 1 0, 3 എന്ന് പറയുന്നത് 2 1, 4 എന്ന് പറയുന്നത് 1 1, 5 എന്ന് പറയുന്നത് 0 1. നമുക്ക് 5 കീ പോയിൻറ്റ്സ് ആയി. ഇനി നമുക്കിത് കണക്ട് ചെയ്ത് ഇതേപോലെ ഏരിയ ക്രിയേറ്റ് ചെയ്യണം. ഏരിയ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ക്രിയേറ്റിനകത്ത് തന്നെ ലൈൻസ് പോലെ ഏരിയാസ് ഉണ്ട്. അല്ല, ആർബിട്രറി ഏരിയാസ് ആണ്, റെക്റ്റാങ്കുലർ സർക്കിൾ ഒന്നല്ല, ആർബിട്രറി ഏരിയാസ് ആണ്. സോ 3 കീ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞ് കൊടുക്കുക. 1 2 3, ഇത് 3 സെലക്ട് ചെയ്തു. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഏരിയ ആയി. അതുപോലെ 1 2 3 അപ്ലൈ കൊടുത്തപ്പോൾ അടുത്ത ഏരിയ ആയി. 2 4 3. സോ 3 ഏരിയാസ് ആയിട്ടുണ്ട്. നമുക്കിനി അടുത്തത് മെഷീനിലേക്ക് പോകാം. മെഷ് ടൂൾസ് ആണ്. സൈസ് കൺട്രോൾസ് വേണമെങ്കിൽ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് മെഷ് ചെയ്യാം. സോ നമുക്ക് മെഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ലോഡിംഗ് ആണ്. സോ ലോഡെന്ന് പറയുന്നത് ഇവിടെ ഒരു കാൻഡിലിവർ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാൻഡിലിവർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ AB, ഈ 2 എൻഡ് പോയിൻറ്റ്സിലും ഫിക്സ്ഡ് കാണിക്കുന്നെങ്കിലും ഇത് ത്രൂ ഔട്ട് ഫിക്സ്ഡ് ആണ്. അതാണ് കാൻഡിലിവർ പ്ലേറ്റ് എന്ന് പറയുന്നത്. സോ ലോഡ് കൊടുക്കുന്ന സമയത്ത് ഡിഫൈൻ ലോഡ്സ് അപ്ലൈ. നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഓൺ ലൈൻസ് ആണ് ഫിക്സ് ചെയ്യേണ്ടത്. സോ ഈ ലൈൻ എൻറ്റയർലി ഫിക്സ് ചെയ്തു. ഓൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 0 ആക്കി. സോ എൻറ്റയർ ഇപ്പോൾ ഇതൊരു കറക്റ്റ് ഒരു കാൻഡിലിവർ പ്ലേറ്റ് ആണ്. അടുത്ത ഫോഴ്സ് ഓർ മൊമെൻറ്റ് കൊടുക്കുക. ഇവിടെ 1000 ന്യൂട്ടൺസ് ഉണ്ട്. സോ ഓൺ കീ പോയിൻറ്റ്സ്. സോ ഇവിടെയും സെയിം തന്നെയാണ്, അതുകൊണ്ട് ഒരുമിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. FY താഴേക്ക് ആയതുകൊണ്ട് -1000. സോ 2000 ന്യൂട്ടൺ ലൂഡ്സ് വന്നിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ടത് സോൾവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അനാലിസിസ് ടൈപ്പ് ന്യൂ അനാലിസിസ് ബൈ ഡിഫോൾട്ട് സ്റ്റാറ്റിക് ഉണ്ട്, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ കൊടുക്കുക. യെസ്, ആൻഡ് സൊല്യൂഷൻ ഇസ് ഡൺ. വളരെ സിമ്പിളായിട്ട് നമുക്ക് സൊല്യൂഷൻ കിട്ടി. ഇനി അടുത്ത നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് കണ്ടുപിടിക്കുക, എലമെൻറ്റ് ഫോഴ്സസ് കണ്ടുപിടിക്കുക, സ്ട്രെസ്സസ്, സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം റീഡ് റിസൾട്ടിനകത്ത് ലാസ്റ്റ് സെറ്റ് എടുക്കുക. അതിനുശേഷം ലിസ്റ്റ് റിസൾട്ടിനകത്ത് പോയിട്ട് നമുക്ക് നോഡൽ സൊല്യൂഷൻ, സോ നോഡൽ ഡിഫോർമേഷൻ എടുക്കാം. സോ ദീസ് ആർ ദി നോഡൽ ഡിഫോർമേഷൻസ്. അതുപോലെ നമുക്ക് ഓരോ കാര്യം എടുക്കാം. എലമെൻറ്റ് ഫോഴ്സസ് എടുക്കാം, സ്ട്രെസ്സസ് എടുക്കാം. സ്ട്രക്ചറൽ ഫോഴ്സസ് എടുക്കാം. So these are the structural X and Y directional forces. ഓരോ എലമെൻറ്റിനകത്തുമുള്ള എലമെൻറ്റ് ഫോഴ്സസ് വരുന്നുണ്ട്.
അതുപോലെ തന്നെ സ്ട്രെസ്സസ് എടുക്കാം. സ്ട്രെസ് എടുക്കാനായിട്ട് അഗൈൻ എലമെൻറ്റ് സൊല്യൂഷനകത്ത് സ്ട്രെസ് 1 എടുക്കാം. സ്ട്രെസ്സസ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ സപ്പോർട്ട് റിയാക്ഷൻസ് നമുക്കിവിടെ ലിസ്റ്റ് റിസൾട്ട്സിനകത്ത് റിയാക്ഷൻ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ സപ്പോർട്ട് റിയാക്ഷൻസ് കിട്ടും. ഓക്കെ, സോ ഇതാണ് നമുക്ക് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒന്നും പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. സോ നമുക്ക് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ റെക്കോർഡ് എഴുതുന്ന സമയത്താണ് അല്ലെങ്കിൽ നിങ്ങൾ എക്സാം നടക്കുന്ന സമയത്ത് എക്സാമിനർ ചോദിക്കാം, വേറെ എന്തെങ്കിലും എക്സ്ട്രാ കാണിക്കാനൊക്കെ പറയാം. പക്ഷേ റെക്കോർഡ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് മെയിനായിട്ട് ഇതിനകത്ത് ഒരു ഫിഗർ എപ്പോഴും നമ്മൾ ഒട്ടിക്കാനുണ്ട്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു ഫിഗറും ചോദിച്ചിട്ടില്ല. ഡിറ്റർമിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫിഗർ കണ്ടുപിടിക്കാൻ ചോദിച്ചത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലോട്ട് റിസൾട്ടിനകത്ത് ഡീഫോംഡ് ഷേപ്പ്, സോ ഡീഫോം പ്ലസ് അൺഡീഫോംഡ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയായിരുന്നു ഇനിഷ്യൽ ഷേപ്പ്, അതിങ്ങനെ ആയി. ഈ സാധനം നമ്മൾ റെക്കോർഡിൽ ഒട്ടിക്കണം. ഓക്കെ, സോ ക്യാപ്ചർ ഇമേജ് ഫയൽ സേവ് ആസ് എന്താണ് ഡേറ്റ് പ്രോബ്ലം, ഇതിനെ ഞാൻ ഡിഫോർമേഷൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ചോദിക്കാം. ഇനി വേണമെങ്കിൽ എക്സ്റ്റേണലിൽ എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഞാനീ പറയുന്നത് നമുക്ക് നമ്മുടെ റെക്കോർഡിൽ ഒട്ടിക്കുന്നതിൻ്റെ കാര്യം. എക്സ്റ്റേണൽ വേണമെങ്കിൽ ഒന്ന് ചോദിച്ചു ക്വാഡ്രൽ പ്ലോട്ട് കാണിച്ചാൽ അതിൻ്റെ സ്ട്രെസ് കാണിച്ചാൽ 1 സ്ട്രെസ് എടുത്ത് കാണിച്ചതെന്ന് ചോദിക്കാം. സോ സ്ട്രെസ് എടുത്തിട്ട് 1 ഓക്കെ എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് ദി സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ട്. നോഡൽ സൊല്യൂഷനകത്ത് DOF സൊല്യൂഷൻ എടുക്കാൻ പറയാം, ഡിഫോർമേഷൻ പ്ലോട്ടാണ്. സോ ഇങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. താങ്ക് യു.